نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين ബഹുമാനനായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക. വളരെ തിരക്ക് പിടിച്ച ഒരു ഷെഡ്യൂളിലൂടെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മുടെ സ്വന്തത്തെക്കുറിച്ച് ചിന്തിച്ച് എനിക്ക് വല്ല തകരാറുമുണ്ടോ എന്ന് നോക്കി അതിൽ വല്ല തിരുത്തലുകളും വരുത്തണമെങ്കിൽ തിരുത്തുക എന്ന കാര്യത്തിൽ നമ്മൾ ഈ തിരക്കിനിടയിൽ പലപ്പോഴും മറന്നുപോകും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു സമയം നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ചെലവഴിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന ശമ്പളം അത് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ളതല്ല. നമ്മളിപ്പോൾ ജീവിക്കുന്ന വീട് നമുക്ക് വേണ്ടി മാത്രമല്ല. നമ്മൾ ഇപ്പോൾ വാങ്ങിയ അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വാഹനം നമുക്ക് വേണ്ടി മാത്രമല്ല. അത് മറ്റെല്ലാവർക്കും വേണ്ടിയാണ്, കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ തിരക്കുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം കാര്യം പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകും. അതാണ് ഒരു അബദ്ധം മനുഷ്യനെ പറ്റി. രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത ഒരു മനസ്സ് നമുക്ക് വന്നു ചേരും. എത്ര ലഭിച്ചാലും എത്ര കിട്ടിയാലും അതൊന്നും നമുക്ക് മതിയാവുന്നില്ല എന്നൊരു മനസ്സ് നമുക്കുണ്ടാവും. ആ മനസ്സുണ്ടാവുമ്പോൾ എത്ര കിട്ടിയിട്ടും കാര്യമില്ല, അയാൾക്ക് ഒരു കാലത്തും സംതൃപ്തി ഉണ്ടാവില്ല. എന്നാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ഒരാൾ പഠിച്ചാൽ അയാൾക്ക് എത്ര കുറച്ച് കിട്ടിയോ അതുകൊണ്ട് ജീവിക്കാൻ അയാൾക്ക് കഴിയും, സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ കഴിയും. അതാണ് രണ്ടാമത്തെ ഒരു സംഗതി. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ തിരക്ക് പിടിച്ച് നമ്മൾ വിചാരിച്ച ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇബാദത്തുകളൊക്കെ ഒരു തടസ്സമായി മാറും. നമുക്ക് നിസ്കാരം ഒരു തടസ്സമാവും, ബാങ്ക് കേൾക്കുന്നത് തടസ്സമാവും, അതുപോലെ മതപരമായ കാര്യങ്ങൾ കേൾക്കുന്നതും അറിയുന്നതും അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളിൽ ഏർപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നമ്മളോട് സംസാരിക്കുന്നതും അത്തരം കാര്യങ്ങളിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നതുമൊക്കെ ഒരു ഓവർലോഡായിട്ട് നമുക്ക് തോന്നും. അതായത് ഇതൊന്നും എന്റെ ഒരു അത്യാവശ്യ ഘടകമല്ല എന്ന് തോന്നുകയും അവസാനം നമസ്കാരം വരെ ഒരു കാട്ടിക്കൂട്ടലായി മാറുകയോ യാന്ത്രികമായി നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ വന്നു ചേരും. അതാണ് ഞാൻ ഈ 3 കാര്യങ്ങളെന്ന് പറഞ്ഞത്. ഒന്ന്, ആത്മപരിശോധനയിൽ നിന്ന് നമ്മൾ അകന്നുപോകും.
രണ്ടാമത്തേത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത മാനസികാവസ്ഥയുണ്ടാകും. മൂന്നാമത്തേത് നമ്മുടെ ആരാധനകളിൽ നമുക്ക് അലസത കടന്നു വരികയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാൽ അത് മനുഷ്യനെ അഗാധമായ കൃത്യത്തിലേക്കാണ് നയിക്കുക. എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം? ആ മാർഗത്തെ സംബന്ധിച്ച് പ്രസിദ്ധ പണ്ഡിതനായ ദക്കാഖ് റഹിമഹുള്ള പറഞ്ഞ ഒരു പരിഹാരമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഖാല ദക്കാഖ് റഹിമഹുള്ള, മൻ അക്സറ മിൻ ദിക്രിൽ മൗതി ഉക്രിമ ബിസലാസതി അഷ്യാ. മൻ അക്സറ, ആരെങ്കിലും അധികരിപ്പിച്ചാൽ, മിൻ ദിക്രിൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ചിന്ത ആരെങ്കിലും അധികരിപ്പിക്കുകയാണെങ്കിൽ, ഉക്രിമ ബിസലാസതി അഷ്യാ, 3 കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു അവന് ആദരവ് നൽകുമെന്നാണ്. 3 കാര്യങ്ങളെ കൊണ്ട് ആദരിക്കുമെന്നാണ്. ഏതാണ് ആ 3 കാര്യം? ഒന്ന്, തഅജീൽ തൗബ. ഒന്നാമത് നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയം തന്നെ, തൗബക്ക് വേണ്ടി ധൃതി കൂട്ടുവാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാകും. അഥവാ ഞാൻ മരിക്കും എന്ന ചിന്ത ഒരാൾക്ക് വരുമ്പോഴാണ് പടച്ചോനെ ഒരു ആത്മപരിശോധന ആവശ്യമാണല്ലോ, ഈ പോക്ക് പോയാൽ ശരിയാവില്ലല്ലോ എന്ന ഒരു തോന്നലുണ്ടാവുക. അതാണ് തഅജീൽ തൗബ എന്ന് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് വഖനാഅത്തുൽ ഖൽബ്, മനസ്സിന് വല്ലാത്ത സംതൃപ്തി ഉണ്ടാകും. ഉപജീവന മാർഗം അല്പം കുടുസായി നിൽക്കുമ്പോൾ പോലും ഉള്ളത് കൊണ്ട് അവന് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയും. കാരണം ഞാൻ മരിക്കേണ്ടവനാണ് എന്നൊരു ഓർമ്മ ഉണ്ടാകുമ്പോൾ ഇത് മതി എന്ന് തോന്നും. അല്ല, ഞാനിവിടെ എല്ലാവരും മരിച്ചാലും ഞാൻ ഇവിടെ ഉണ്ടാവും എന്നുള്ള വിചാരമാണെങ്കിൽ കിട്ടിയതൊന്നും തരില്ല. മൂന്നാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ, ഇബാദത്തുകൾക്ക് വല്ലാത്ത ആവേശമുണ്ടാകും. ബാങ്ക് കേൾക്കുമ്പോൾ അതാ കൊടുത്തു ബാങ്ക് നല്ല പറയാം. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് പോകുന്ന ആ ഒരു കാലടികൾ വെക്കുന്ന അതിന്റെ പുണ്യത്തെക്കുറിച്ചാണ് ഓർമ്മ വരിക. അവിടെ പോയി ജമാഅത്ത് കാത്തിരിക്കുന്ന ആ സമയത്തുണ്ടാകുന്ന പുണ്യത്തെക്കുറിച്ചാണ് ഓർമ്മ വരിക. ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടുമെന്ന ആ ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് പള്ളിയിലേക്ക് പോവുക. അതാണ് മൂന്നാമത് പറഞ്ഞ ഇബാദത്തുകളിൽ വല്ലാത്ത ഉന്മേഷമുണ്ടാകും. എന്തേ കാര്യം? ഈ ഒരു വക്ത് നിസ്കരിക്കുന്നതിന് മുമ്പെങ്ങാനും ഞാൻ മരണപ്പെട്ടാൽ, ബാങ്ക് കൊടുത്താൽ പിന്നെ നമുക്ക് നിർബന്ധമാണ് നിസ്കാരം. പിന്നെ നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് മരിച്ചാൽ അതൊരു കടമാണ് അവിടെ. അപ്പൊ എന്താണ്? വേഗം പള്ളിയിലേക്ക് എത്തും. അതാണ് മരണത്തിനെ കുറിച്ചുള്ള ഓർമ്മ ഇബാദത്തുകളിൽ വലിയ ഉന്മേഷമുണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമൻ നസിയൽ മൗത്ത്, നേരെ ഇതിന്റെ ഓപ്പോസിറ്റ്. വമൻ നസിയൽ മൗത്ത്, എന്നാൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങളിൽ നകന്നു പോവുകയാണെങ്കിലോ, 3 കാര്യങ്ങളെ കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. ഏതാണ് ആ 3 കാര്യങ്ങൾ? തസ്വീഫി തൗബ, ഒന്ന് നിങ്ങൾ തൗബ ഒഴിവാക്കും. നേരത്തെ പറഞ്ഞതിന് നേരെ എതിര്, നിങ്ങൾ തൗബ ഒഴിവാക്കും. കാരണം എന്താ? നേരത്തെ പറഞ്ഞ പോലെ എല്ലാരും മരിച്ചാലും ഞാനിവിടെ ഉണ്ടാവും എന്നാണ് പല ആൾക്കാരും വിചാരം, അല്ലെ? വാട്സപ്പിലാണ് ഇന്ന് മരണ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഓരോ വാർത്ത വരുമ്പോഴും അതിന് ചുവട്ടിൽ നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ എന്ന് നമ്മൾ അവിടെ കമന്റ് അടിക്കും. നമ്മുടെ ഒരു വിചാരമാണെന്ന് എല്ലാവരും മരിക്കും, എല്ലാവർക്കും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാൻ നമ്മൾ ഉണ്ടാകും. പക്ഷേ ഇതുപോലെ വാട്സപ്പിൽ നമ്മുടെ മരണവാർത്ത എന്ന് വരും, എപ്പോൾ വരും എന്ന് പലപ്പോഴും ആരും ഓർക്കാറില്ല. അതിനധികം സമയം വേണ്ടതില്ല. അങ്ങനെയുള്ള ഒരു ചിന്തയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് സംഭവിക്കാൻ അനുവദിക്കൂല. അതോടൊപ്പം തന്നെ അത് കഴുകിക്കളയാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് തസ്വീഫി തൗബ. അയാള് എന്ത് ചെയ്യും? മരണചിന്ത ഇല്ലെങ്കിൽ ഈ തൗബ ഒഴിവാക്കുന്ന അവസ്ഥയുണ്ടാവും. പിന്നെ പറഞ്ഞത് എന്താ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്തൊരു മനസ്സ് അവനുണ്ടാകുമെന്നാണ്. ഒരാൾക്ക് 10,000 രൂപയാണ് ഒരു മാസം ശമ്പളം അല്ലെങ്കിൽ കൂലി. എന്നാൽ വേറെ ഒരാൾക്ക് 1,00,000 രൂപയാണ് ഒരു മാസം കിട്ടുന്നത്. 2 പേർക്കും 2 മക്കളാണുള്ളത്. പക്ഷെ ആ മാസം കഴിയുമ്പോൾ ആ 10,000 കിട്ടിയവന് 1000 രൂപ ഒരുപക്ഷെ എടുത്തു വെക്കാനുണ്ട്. 1,00,000 കിട്ടിയവന് 50,000 രൂപ കടം. എന്താ വിഷയം? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാനുള്ള മാനസികാവസ്ഥയില്ല. ഒരാൾ പറഞ്ഞു, ഇസ്ലാമികമായ ഒരു കാര്യത്തിന് വേണ്ടി കാശ് ചോദിച്ചപ്പോൾ അയാൾ പറയണം, ഞാൻ കടത്തിലാണ്. എന്താ കടം? കടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് എന്ത്? ഞാനിപ്പോ ഇന്ന സ്ഥലത്ത് ഇത്ര ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട്. ആ സ്ഥലം ഇന്ന ദിവസം രജിസ്റ്റർ ചെയ്യണം. അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 3 കോടി രൂപ
ആ ദിവസമാകുമ്പോഴേക്കും ഉണ്ടാക്കാം. അതുകൊണ്ട് ഞാൻ കടത്തിലാണ്. ഈ കട എന്നാ തീരുക? ആ 3 കോടി ഉണ്ടാക്കിയിട്ട് അത് രജിസ്റ്ററിനോട് കൂടി പിന്നെ 10 കോടിന്റെ സ്ഥലം വേറെ, 10 കോടിന്റെ പ്രൊജക്ട് വേറെ തുടങ്ങുകയാണ്. അപ്പോഴും കടല്ലേ. എന്നാ ഈ കടം തീരുക? ഇതാ കടം. നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് അലാസ്റ്റിക്കുകൾ പോലെ വലിച്ചു നീട്ടുകയാണ് ആഗ്രഹങ്ങളെ. എന്നിട്ട് അതിനനുസരിച്ച് പ്രൊജക്ട് ഉണ്ടാക്കുകയാണ്, പദ്ധതി ഉണ്ടാക്കുകയാണ്. ഒരു കാലത്ത് ഒരു സക്കാത്ത് കൊടുക്കാൻ പോലും കഴിയില്ല. അതാ പറഞ്ഞത്, ഇവിടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്തൊരു മനസ്സ് മനുഷ്യന്മാർക്ക് ഉണ്ടാവും മരണത്തെക്കുറിച്ച് മറന്നാൽ. പിന്നെയോ മൂന്നാമത് ഇബാദത്തിനെ കുറിച്ച് മടുപ്പ് തോന്നും. ഇബാദത്തിനെ കുറിച്ച് മടുപ്പ് തോന്നും. കാരണം എന്താ? അതൊരു ഭാരമായി തോന്നും. ബാങ്കും ഇഖാമത്തും ഭാരമായി തോന്നും. സക്കാത്ത് കൊടുക്കൽ ഭാരമായി തോന്നും. മതപരമായ പ്രവർത്തനങ്ങൾ ഭാരമായി തോന്നും. ഇസ്ലാമികമായ ഒരു പ്രസിദ്ധീകരണം കയ്യിലെടുത്ത് വായിക്കുന്നത് ഒരു സമയം പോക്കായി തോന്നും. മതപരമായ ഒരു കാര്യത്തിന് വേണ്ടി ഒരാളോട് സംസാരിക്കുകയോ യാത്ര ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു വേദിയിൽ പങ്കെടുക്കുകയോ ഒരു ഖുർആൻ ക്ലാസ്സിൽ ആദ്യാവസാനം ഇരിക്കുകയോ ചെയ്താൽ ഒരു വേസ്റ്റായി തോന്നും. കാരണം അവന് സ്വാഭാവികമായി തോന്നും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ മനസ്സിലുള്ള ചിപ്പെന്താ? ഞാനിവിടെ എന്നും ഉണ്ടാവുന്നതാണ്. ആ ചിന്തയുള്ള ആളുകൾക്ക് ഇതൊക്കെ വേസ്റ്റായി തോന്നും, ഭാരമായി തോന്നും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഭൗതികതയുടെ അളവ് വർദ്ധിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്നാൽ മരണചിന്ത വർദ്ധിക്കുമ്പോഴാകട്ടെ നേരത്തെ പറഞ്ഞ പോലെ ഇതിനോടൊക്കെ ഉന്മേഷം ഉണ്ടാവുകയാണ് ചെയ്യുക. മിക്കവാറും ആളുകൾക്ക് ഷുഗർ ഉള്ള ഒരു കാലഘട്ടം. ആ ഷുഗർ ആവറേജ് നോക്കാൻ വേണ്ടി പോകും ആൾക്കാർ. എന്നിട്ട് ആ ബ്ലഡിലുള്ള ഷുഗറിന്റെ അളവ് നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. ഇതേപോലെ നമ്മുടെ ബ്ലഡില് ഈ ഭൗതികതയുടെ അളവ് ഇടക്കും നമ്മളൊന്ന് പരിശോധിക്കണം. ഭൗതികതയുടെ അളവ് ബ്ലഡിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൂടുമ്പോഴാണ് ഇങ്ങനെയുള്ള മതപരമായ കാര്യത്തിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ പുറകോട്ട് പോകുക. എന്നാൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ വർദ്ധിക്കുന്നത് എങ്കിൽ മതപരമായ കാര്യങ്ങൾ വല്ലാത്ത ആവേശത്തോടുകൂടി നമുക്ക് നിർവഹിക്കുവാൻ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്നത് തന്നെയാണ്. ഇന്ന് ഏത് കാര്യവും ഭൗതികമായ വീക്ഷണകോണിൽ നോക്കിക്കാണാനാണ് പല ആളുകളും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മരണചിന്തയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള മതചിട്ടയും പാലിക്കുന്നവരെ മതപൊട്ടന്മാർ എന്നാണ് ഇന്ന് സോഷ്യൽ മീഡിയ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മതപരമായ കാര്യങ്ങളിലൂടെ വീക്ഷണകോണുകളിലൂടെ ഒരു കാര്യത്തെ നമ്മൾ വിലയിരുത്തി സംസാരിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്ന് കമന്റ് അടിക്കും. മുസ്ലിം പ്രൊഫൈലിലുള്ള ആൾക്കാർ വന്നിട്ട് പറയുന്നത് മതപൊട്ടന്മാരാണ്, ഇവർക്ക് മതം കൊണ്ടല്ലാതെ ചിന്തിക്കാൻ കഴിയില്ല, ഇവർക്ക് വേറെ മനുഷ്യന്മാരെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മതപരമായി ചിന്തിക്കുന്നത് പൊട്ടന്മാരാണ്, വിഡ്ഢികളാണ്. അതിനർത്ഥം എന്താ? ഞങ്ങളാണ് ബുദ്ധിമാന്മാർ, ഞങ്ങളാണ് വിവരമുള്ളവർ എന്ന ഒരു മറുവർത്തമാനം കൂടി അപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതൊന്ന് കേൾക്കൂ നിങ്ങൾ. അൻ ഇബ്നു ഉമർ അന്നഹു ഖാൽ കുൻതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടാകുന്ന സമയത്ത് ഫജാഅഹു റജലുൻ മിൻ അൻസാരി, അൻസാറുകളിൽ നിന്നൊരു മനുഷ്യൻ റസൂലുള്ളാഹിയുടെ അടുക്കൽ വരികയുണ്ടായി. ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് പ്രവാചകന് സലാം പറയുകയും ചെയ്തു. ثم قال, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, ആരാണ് മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ? ഖാല, അവിടുന്ന് പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാരാണോ അവരാണ് ഏറ്റവും ഉത്തമരായ ആളുകൾ. വീണ്ടും ഈ അൻസാരി ചോദിക്കുകയാണ്, ഖാല ഫഅയ്യുൽ മുഅ്മിനീന അഖ്യസു, ആരാണ് പ്രവാചകരെ വിശ്വാസികളിൽ ബുദ്ധിമാന്മാർ, ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവർ ആരാണ് പ്രവാചകരെ? ഖാല, അവിടുന്ന് മറുപടി പറഞ്ഞു, അക്തറുഹും ലിൽ മൗതി ദിക്റൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മരണത്തെക്കുറിച്ച് കൂടുതൽ ഓർക്കുകയും വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ, അതിനനുസരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ പ്രയോറിറ്റിയെ, തന്റെ ജീവിതത്തിന്റെ മുൻഗണനാക്രമങ്ങളെ, തന്റെ ജീവിതത്തിന്റെ വഴികളെ, തന്റെ ജീവിതത്തിന്റെ പാഥേയങ്ങളെ, തന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ, തൊട്ടിൽ മുതൽ കട്ടിൽ വരെ, രാവ് മുതൽ പകൽ വരെ ഉള്ള ഭാഗങ്ങളെ മതപരമായി ആര് ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നുവോ ഉലൈക്കൽ അഖിയാസ്, അവരെയാകുന്നു ബുദ്ധിമാന്മാർ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ചിന്തയുണ്ടാകുന്നവനാണ് ബുദ്ധിമാന്മാർ എന്ന് പറയാനുള്ള കാരണം 5 കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, മരണം ഉറപ്പാണ്.
ജീവിതത്തിനാണ് യാതൊരു ഉറപ്പുമില്ലാത്തത്. ആൾക്കാരുടെ ധാരണ എന്താ? ജീവിതം ഉറപ്പാണ്, മരണമൊക്കെ മരിക്കുമ്പോഴല്ലേ. അങ്ങനെ ആൾക്കാരുടെ ധാരണ. അതായത് ഞാൻ ഇവിടെ എപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ കാഴ്ചപ്പാടും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും മരണത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നത് പൊട്ടത്തരമായി തോന്നും, വിഡ്ഢിത്തമായി തോന്നും. എന്നാൽ നിങ്ങൾ കറക്റ്റ് മനസ്സിൽ വെച്ച് ചിന്തിക്കൂ. ഞാൻ നിരീശ്വരവാദികളോടും മതനിരാസത്തിന്റെ ആളുകളോടും തന്നെയാണ് പറയുന്നത്. ഏതാണ് ഉറപ്പുള്ളത്? മരണമാണോ ഉറപ്പുള്ളത്? ജീവിതമാണോ ഉറപ്പുള്ളത്? മരണമാണ് ഉറപ്പുള്ളത്. നമ്മുടെ പത്രം ഇന്നത്തെ മനോരമയും മാതൃഭൂമി എടുത്തു നോക്കിയാൽ മതി, മറ്റു പത്രങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അതിലുള്ള കോളങ്ങളിലൂടെ ഇങ്ങനെ വായിച്ചു നോക്കിയത് അല്ലേ? ഹൃദയാഘാതം വന്ന് പോയ സമയം, പഠനമൊക്കെ കഴിഞ്ഞു, MBBS കഴിഞ്ഞു, ഹൗസ് സർജൻസി കഴിഞ്ഞു, ഡോക്ടറായി, വീട്ടിലും എല്ലാവരും വലിയ രീതിയിൽ ആഘോഷങ്ങൾ നടത്തി. പക്ഷേ തൊട്ടടുത്ത ദിവസം ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്താണ് ആക്സിഡന്റായി മരണത്തിന് വിധേയമായി കടന്നു പോകുന്നത്. എത്ര സംഭവങ്ങളുണ്ടായി കേരളത്തിൽ. അത്യാസന്ന ഘട്ടത്തിൽ മരണത്തോട് മല്ലടിക്കുന്ന രോഗിയെ ഓപ്പറേഷൻ ടേബിളിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അതാ ഒരു കുഴപ്പമില്ലാത്ത ഡോക്ടർ കുഴഞ്ഞു വീണ് മരിക്കുന്നു. വേറൊരാൾ ആ ഓപ്പറേഷൻ പൂർത്തിയാക്കണു, ആ രോഗി പിന്നെയും ജീവിക്കുന്നു. ആലോചിക്ക് എത്ര സംഭവങ്ങൾ കേരളത്തിലുണ്ടായി. സുഹൃത്തുക്കളെ, ഇത് മനുഷ്യനാണ് അത്രേ ഉള്ളൂ. നിങ്ങൾ അതിനുശേഷം മരിക്കുക തന്നെ ചെയ്യും. എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഒന്ന് ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇവര് ബുദ്ധിമാന്മാരാകുന്നത് വെച്ചാൽ മരണമാണ് ഉറപ്പുള്ളത്, മറ്റേത് ബോണസാണ്, കിട്ടിയെങ്കിൽ കിട്ടി, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താ പറയുക? മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തുന്നുവോ ആ ശ്രമങ്ങളൊക്കെ അവസാന മരണത്തിലേക്ക് എത്തുക. ഭയങ്കര കാശുള്ള ഒരാള് അമേരിക്കയിൽ പോയി ഇങ്ങോട്ട് ചികിത്സിക്കാൻ കഴിയുന്നതായിരിക്കും. പോയി അമേരിക്കയിൽ പോയി ചികിത്സിച്ചു. ആ ചികിത്സയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ഉഷാറാണെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു കാരണമില്ലാതെ മരിക്കുക. എത്ര സംഭവങ്ങൾ അങ്ങനെ ഉണ്ട്. ആ പ്രയോഗം നോക്കൂ നിങ്ങൾ. കുൽ പറയുക, ഇന്നൽ മൗത, മരണം നിശ്ചയമായിട്ടും, അല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടിക്കൊണ്ടിരിക്കുന്നത്, അകന്നുകൊണ്ടിരിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, അതാണ് നിങ്ങളെ കണ്ടുമുട്ടുക. ഒരു സിംഹം നമ്മളെ കടിക്കാൻ കൂടിയിട്ട് അക്രമികളുടെ അതിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് അതേപോലെ ഒരു സിംഹത്തിന്റെ മുന്നിലേക്ക് തന്നെ നമ്മൾ ചെന്ന് അങ്ങനെ ഉണ്ടാവും. അതേപോലെയാണ് മരണം. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ വേദന ഉണ്ടായ ഏത് ഹോസ്പിറ്റലിലാണ് പൊളിച്ചോ പോകും, എവിടെ പോയിട്ടും കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞാൽ അവസാനം മരിക്കാനുള്ളവരാണ്. മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷല്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? മരണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ വരൂല. നേരത്തെ വരൂല എന്ന് മാത്രമല്ല, വൈകി വരൂല, സമയത്ത് വരും. സമയത്ത് വരുന്ന ഒരു അതിഥി ഉണ്ടെങ്കിൽ അത് മരണം മാത്രമാണ്. ഫൈദാ ജാഅ അജലുഹും, ഒരാളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരിക്കലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യില്ല. ആ സന്ദർഭത്തിൽ അത് സംഭവിച്ചിരിക്കും. ഇനി എവിടെയെങ്കിലും പോയി ഒളിച്ചിട്ട് കാര്യമുണ്ടോ? ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, എത്ര വലിയ കോട്ടകൊത്തളങ്ങളിൽ നിങ്ങൾ പോയി ഒളിച്ചാലും ആ മരണം നിങ്ങളെ കൈപ്പെടുത്തുക തന്നെ ചെയ്യും. അതിന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. നമ്മൾ അമേരിക്കയിൽ വെച്ച് മരിക്കാനാണ് അള്ളാഹ് വിധിച്ചിട്ടുള്ളതെങ്കിൽ അമേരിക്കയിലേക്ക് പടച്ചോ നമ്മളെ കൊണ്ടുപോകും. അതിനൊരു കാരണം ഉണ്ടാക്കും, അതിനൊരു സന്ദർഭം ഉണ്ടാക്കും. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞത്, ഇദാ ഖല്ലല്ലാഹ്, അല്ലാഹു വിധിച്ചാൽ ലിഅബ്ദിൻ, ഒരടിമക്ക്, അയ്യമൂത ബിഅർദിൻ, ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച ഒരു അടിമ മരിക്കണമെന്ന് അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ജഅല ലഹു ഇലൈഹാ ഹാജതൻ, അങ്ങോട്ട് പോകാൻ ഒരാവശ്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. എവിടെയാണോ അവിടേക്കാണ് പോകും. അപ്പൊ നമ്മൾ എവിടെ മരിക്കാം എന്ന് നമുക്കറിയില്ല, പഠിച്ചോന്നറിയാം. അത് തീരുമാനം. നമ്മൾ ഈ രാവിലെ അലാറം വെക്കുമല്ലോ, അലാറം വെച്ച് 5 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ അതാ 4 മണിക്ക് സൂചി അവിടേക്ക് നിൽക്കുന്നതോടുകൂടി അലാറം അടിക്കും. അതേപോലെ അലാറം നമുക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് 4-ാം മാസത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ ഞാൻ ഈ മിമ്പർമെന്ന് ഇറങ്ങുമ്പോഴാണോ എനിക്കറിയില്ല, നമ്മൾ പള്ളിക്കൊന്ന് തിരിച്ചു പോകുമ്പോഴാണോ നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ ഇന്നലെ നോക്കി നിങ്ങൾ, നമ്മളൊരു വളരെ സജീവനായ ഒരു ദാഴി, ഒരു പ്രവർത്തകൻ, അദ്ദേഹം ഇപ്പൊ അടുത്ത ദിവസം വരെ നാട്ടിലുണ്ട്, നല്ല ആരോഗ്യവനായ അദ്ദേഹം. സൗദി അറേബ്യയിൽ ഹായിലാണ്.
പോയി. ഇന്നലെ അറ്റാക്ക് ഉണ്ടായി മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാണ്. പക്ഷെ സന്തോഷമാണ്. എന്താ സന്തോഷം? നാട്ടിൽ വന്നാലും അവിടെയാണെങ്കിലും അദ്ദേഹത്തിന് ദീനീ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി വിഷയവും. അത് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അപ്പൊ സന്തോഷമാണ്. നേരെ തിരിച്ചാണെങ്കിൽ അതിന്റെ സങ്കടം നിങ്ങൾ ആലോചിച്ചു. എല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനം നിസ്കാരത്തുമ്പോ ദീന്റെ കാര്യത്തിൽ എത്തുന്നത്. മരിച്ചു പോയ കഴിഞ്ഞില്ല. നമ്മളെ കൂടെ ജയ് വിളിച്ചവനും അങ്ങാടിയിൽ ചായ വാങ്ങി തന്നവനും കറങ്ങാൻ കമ്പനി കൂടിയവനൊന്നും കബർക്കണി വരില്ല. നമ്മളടുത്തുള്ള അമല ഉണ്ടാവും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നന്നായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കുറിച്ച് ചിന്തിച്ചേ പറ്റൂ. ഒരു കാരണവശാലും നമ്മളെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. മതനിഷേധികൾക്ക് വായടപ്പൻ മറുപടിയാണ് അള്ളാഹു മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്. എന്താ? ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം. തൊണ്ടക്കുഴിയിൽ ആ മരണം വന്നെത്തി അതിനെ നിങ്ങൾക്ക് തടയാൻ പറ്റുമോ? ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ. പ്രതിഫല നടപടിക്ക് വിധേയരാകാത്തവരാണോ അവർ? തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ. അപ്പോൾ നിങ്ങൾ ദൈവിക നിയമത്തിന് വിധേയരല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ജീവൻ മടക്കിയെടുക്കാൻ കഴിയുന്നില്ല? നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. പരലോകമില്ല, പടച്ചോനുമില്ല, മതം വിശ്വസിക്കണവരും അതനുസരിച്ച് നടക്കണവരൊക്കെ പൊട്ടന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ചങ്കിൽ തറക്കുന്ന ചോദ്യമാണ് അള്ളാഹ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എടോ ഇജൊന്നും ജീവിക്കുക, ഈ മരിക്കാതെ ജീവിക്കുക. ആർക്കാ മറുപടി പറയാൻ കഴിഞ്ഞത്? ഹാമാന് കഴിഞ്ഞോ? കാറൂന് കഴിഞ്ഞോ? ഫിർഔനിന് കഴിഞ്ഞോ? ഹിറ്റ്ലർക്ക് കഴിഞ്ഞോ? മൊസോളിനിക്ക് കഴിഞ്ഞോ? ലോകത്തെ വിറപ്പിച്ച രാജകിങ്കരന്മാർക്ക് കഴിഞ്ഞോ? കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അസ്വസ്ഥരായ അവനവന്റെ റിവോൾവർ നേരെ നെറ്റിയിലേക്ക് പിടിച്ച് വെടിവെച്ച് ആത്മഹത്യ ചെയ്ത ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓർത്തു വെക്കണം. നമ്മൾ ഒരാൾക്കും കഴിയില്ല സുഹൃത്തുക്കൾ, മരിച്ചേ പറ്റൂ. അതുകൊണ്ട് മരണം ഒരു സത്യമാണ്. അതിനുശേഷമുള്ള ജീവിതമാണ് യാഥാർത്ഥ്യം. വല്ലാഹിറത്തു ഖൈറും വഅബ്ഖ. അതാണ് ഇന്ന് ബാക്കിയാവും. ഇവിടുത്തെ പെട്ടെന്ന് തീരും. ആദ്യത്തെ മാസമൊക്കെ ആൾക്കാർ അങ്ങോട്ടും കൂടി ചർച്ച ചെയ്യും. പെരക്കാരൊരു ഒരു കൊല്ലം കൂടി ചർച്ച ചെയ്യും. പിന്നെ അങ്ങനെ ആളുണ്ടായിരുന്നതിന് ഓർമ്മ ഉണ്ടാവില്ല. വോട്ട് ചേർക്കാൻ ആള് വരുമ്പോൾ മരിച്ചുപോയി എന്ന് പറയും. അത്രേ നമുക്കൊക്കെ വിലയുള്ളൂ. നമ്മളിരിക്കുന്ന സ്ഥലത്ത് നമ്മളെ ഭാര്യനെ വേറെ ആൾ കല്യാണം കഴിക്കും. നമ്മളൊരു സ്കൂളിലാണെങ്കിൽ അവിടെ വേറെ ഹെഡ്മാസ്റ്റർ വരും. നമ്മളൊരു ഓഫീസിലാണെങ്കിൽ അവിടെ വേറെ ആൾ, അതിന്റെ തൊട്ടടുത്ത ആളുകൾ വരും. ആ കാര്യങ്ങളൊക്കെ നടക്കും. നമുക്ക് തോന്നി നമ്മളുണ്ടാകുമ്പോൾ അതൊക്കെ നടക്കണം. നമ്മളെ പരലോകം മറക്കരുത്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഉള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനനായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം ഒരിക്കൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പാപങ്ങളിൽ വെച്ച് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ഇപ്രകാരമാണ്. ഇമാം സുഫിയാൻ സൗരി റഹ്മഹുള്ള പറഞ്ഞ ഒരു വാചകം നോക്കൂ നിങ്ങൾ. അൽ ബിദ്അത്തു ബിദ്അത്ത് അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ്യ. മറ്റു പാപങ്ങളെക്കാളും ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള പാപം എന്ന് പറയുന്നത് ബിദ്അത്തുകളാണ്. കാരണം അൽ മഅസിയ്യത്തു യുതാബു മിൻഹ. ഏത് പാപങ്ങളാണെങ്കിലും അതിൽ നിന്ന് മനുഷ്യന്മാർ തൗബ ചെയ്യാൻ സാധ്യത ഏറെയാണ്. ഒരാൾ മദ്യപിക്കുന്ന വിചാരിക്കുക. മദ്യപിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് അറിയാം മദ്യപാനം തെറ്റാണ്. തെറ്റാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ ചെയ്യുന്നത്. അതിനടിച്ചായി പോയി അങ്ങനെ നിവൃത്തില്ലാതെ പോവുകയാണ്. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ മാറണമെന്നൊരു തോന്നൽ അയാൾക്കുണ്ടാവും. ഒരാൾ വ്യഭിചരിക്കുകയാണ്. അയാൾ പരസ്യമായിട്ടല്ലോ ചെയ്യുക, രഹസ്യമായിട്ട് ചെയ്യുക. കാരണം അത് തെറ്റാന്നറിയാം. അപ്പൊ ആ ബന്ധം എനിക്ക് അവസാനിപ്പിക്കണം, ആ സ്ത്രീയുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം, ആ പുരുഷനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം, ആ ചാറ്റിംഗ് എനിക്ക് അവസാനിപ്പിക്കണം എന്ന് ഇടക്ക് കുത്തുബ കേൾക്കുമ്പോൾ ഒരു മനസ്സിൽ തോന്നലില്ല, ഉണ്ടാവില്ല. പിന്നെ ശൈത്താനൊക്കെ കൊണ്ടുപോകുന്നില്ല, പക്ഷെ ഒരു മനസ്സുണ്ടാവും തിരിച്ചു പോരണം എന്നുള്ളത്. ഏത് കാര്യം അങ്ങനെ തന്നെ. എന്നാൽ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ. ബിദ്അത്താകട്ടെ ഒരു കാരണവശാലും തൗബ ചെയ്യൂല ബിദ്അത്തിൽ നിന്ന്. അതിന് കാരണം എന്താ അറിയോ? ഈ ചെയ്യണത് ശരിയാണ് എന്നാണ് അതിന്റെ കാരണം. ബിദ്അത്ത് ചെയ്യണോന്റെ കാരണം എന്താ? അത് തെറ്റാണെന്നല്ല, അത് ശരിയാണ്, അത് പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഒരു കാലത്തും അത് തെറ്റ് തിരുത്തൂല, ഒരു കാലത്തും തൗബ ചെയ്യൂല. അതുകൊണ്ടാണ് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ഏതാണ്? ഈ ബിദ്അത്താണെന്ന് പറയാനുള്ള കാരണം. മറ്റുള്ളതൊക്കെ മനുഷ്യന്മാർ മടങ്ങും. ഏതെങ്കിലും സന്ദർഭത്തിൽ എന്ത് ചെയ്യും? പടച്ചോൻ ഒരു ഉൾവിളി കൊടുത്താൽ മതി. ഇത് മടങ്ങൂല എന്നല്ല, പക്ഷെ മടങ്ങാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ?
ചെയ്യുന്നത് ശരിയാന്നുള്ള ധാരണ. ശരിയാന്ന് മാത്രമല്ല, അത് ഭയങ്കര കൂലിട്ടുള്ള കാര്യമാണ് ആ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു കൊടുത്ത്. അതിന് ഉദാഹരണമാണ് എന്താ പറയുക, നബിദിനാഘോഷം എന്ന് പറയും. നബിദിനാഘോഷത്തെ കുറിച്ച് ആൾക്കാർ ആ മാസം കണ്ട് വന്ന പണ്ടൊക്കെ ഒരു ദിവസം ചെയ്യുന്നു, പിന്നെ ഒരാഴ്ചയായി, ഇപ്പൊ ഒരു മാസം. അത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അന്ന് എത്ര കാശാ ചെലവഴിക്കുന്നത്. റോഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നേർച്ചയും പരിപാടി, ആൾക്കാരിങ്ങനെ പാത്രവും കുടിക്കൊക്കെ കൈ പിടിച്ച് ബക്കറ്റൊക്കെ പിടിച്ച് വരിക്കണങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ആ ഭക്ഷണം കിട്ടാൻ വേണ്ടി അത് നന്മയാണ്, ഭയങ്കര ഹൈറാണെന്നാ വിചാരിക്കുന്നത്. അന്ന് കൊടി കെട്ടുന്നതും അന്ന് ഘോഷയാത്ര നടത്തുന്നതും അതൊക്കെ എന്തൊരു പെരുന്നാളിനേക്കാളും വലിയ സംഭവമായിട്ടാണ്. അതിന് ഒരു സംഭാവനയും കൊടുക്കാത്ത ആൾക്കാർ നബിദിനത്തിന്റെ അന്ന് വലിയ സംഭാവന കൊടുക്കും. അത് എന്റെ വകയാണ്. അന്നത്തെ എല്ലാ ഫുൾ ചെലവിന്റെ വകയാണ്. കാരണം ഈ ചെയ്യണമൊക്കെ നന്മയാണ്, പുണ്യം വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അതിന് മടങ്ങാനും സാധിക്കാത്തത്. എന്നാ സുഹൃത്തുക്കളെ, ഇത് കേൾക്കുന്ന ഓരോരുത്തരും ആലോചിക്കുക, നമ്മള് ഈ ബിദ്അത്തുകൾ അത് ചെയ്തു കഴിഞ്ഞാൽ കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തും വഴികേടിലാണ്, അത് മുഴുവൻ നരകത്തിലേക്കുള്ളത്. അപ്പൊ നമ്മള് നല്ലതല്ലേ എന്താണ് കുഴപ്പം, വെറുതെ ഇവരിങ്ങനെ ഇതിന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഒരു നബിനെ സ്നേഹിക്കുക, അത് ദിക്റിയില്ല, അന്ന് വേറെ സലാത്തില്ല, അന്നൊരു ദാനം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ എത്ര പ്രശ്നമാക്കണം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നാളെ ഒരാൾ ഇവിടെ വന്നിട്ട് വാദിക്കണുണ്ട്, ഞാൻ 6 വക്ത് നിസ്കരിക്കാൻ പോവുകയാണ്. ഇസ്ലാമിൽ 6 വക്ത്. അപ്പൊ നമ്മളൊരു പ്രമാണത്തിലില്ലല്ലോ, 5 വക്തല്ലേ ഉള്ളൂ. അപ്പൊ ഇയാളെ വാദമാണ് എന്ത്, എന്താ കുഴപ്പം, പള്ളി അവിടെ ഉണ്ട്, ഇമാം അവിടെ ഉണ്ട്, സ്പീക്കർ അവിടെ ഉണ്ട്, പിന്നെ ഒരു എക്സ്ട്രീം കൂടി ഒന്നും കൊടുത്താൽ നമ്മളെ പള്ളിയിൽ നമ്മൾ തുടങ്ങിയാൽ എന്താ പ്രശ്നം? ആൾക്കാർക്ക് അന്ന് വന്നുകൊണ്ട് നിസ്കരിച്ചുകൂടെ? ആ നിസ്കാരത്തിന് നല്ലതല്ലേ നമ്മൾ ഓതുന്നത്? എന്താ റക്കാത്ത് ഒരു വക്ത് കൂടിയ കുഴപ്പമെന്ന് ചോദിച്ചു, എന്താ പിന്നെ മറുപടി? ഒറ്റ മറുപടി ഉള്ളൂ, അത് ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചത് ചെയ്യുന്നതിനാണ് ദീൻ എന്ന് പറയാ. അല്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കൂട്ടും കുറക്കും ചെയ്യുന്നതിന് ദീൻ എന്ന് പറയില്ല. അതാണ് ബിദ്അത്തും സുന്നത്തും ബിദ്അത്തും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ സുഹൃത്തുക്കളെ, ബിദ്അത്ത് ഒരു കാരണവശാലും നമ്മൾ എടുക്കാൻ പാടില്ല. ഇത് പറയുമ്പോ എന്താ അറിയോ, ആ പണ്ഡിതൻ പറയുമ്പോൾ അതാ ശരിയെന്ന് തോന്നും, ഈ പണ്ഡിതൻ പറയുമ്പോൾ അതാ ശരിയെന്ന് തോന്നും, ഞങ്ങൾ ആ കൺഫ്യൂഷനിലാണ്. നോക്കിയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു സുവർണാവസരം പറഞ്ഞുതരാം. നാളെ ഇൻഷാ അല്ലാഹ്, നാളെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ചെറുവാടി എന്ന് പറയുന്ന പ്രദേശത്ത് ഈ വിഷയത്തിൽ നബിദിനാഘോഷം ഇസ്ലാമികമാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ മുജാഹിദ് വിഭാഗവും സമസ്തയിലെ ഒരു വിഭാഗവും തമ്മിൽ ഒരു സംവാദം നടക്കും. ആ സംവാദം ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കേട്ടാൽ 2 കൂട്ടരും വളരെ മാന്യമായിട്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണ് എന്റെ തീരുമാനം. അള്ളാഹു അതിനെ കാക്കി തീർമാറാകട്ടെ. അത് മുഴുവൻ ഒന്ന് കേട്ടു നോക്കി, നമ്മളെ കുടുംബം ഒന്ന് കേട്ടു നോക്കി. അപ്പൊ ശരിക്കും എന്താ വിധത്തിൽ മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ്, ഒരു സന്ദർഭമാണ് ഇൻഷാ അല്ലാഹ് നാളെ. അതുകൊണ്ട് ആ കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇത് മാത്രമല്ല, ഏത് കാര്യം നമ്മൾ കൺഫ്യൂഷൻ ഉള്ളത് മതത്തിൽ മാത്രം അത് അവിടെ നിലനിർത്തും. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യില്ലേ. ഇപ്പൊ SIRന്റെ സമയമാണ്. ഇപ്പോൾ SIRന്റെ പട്ടിക വന്ന സമയമാണ്. ഓരോരുത്തരും നോക്കണില്ല അവനെ സ്മെല്ലിങ് അല്ലേ, അതൊക്കെ ആകെ കൺഫ്യൂഷനാണ്. അത് നോക്കിയാൽ ശരിയാവില്ല എന്ന് ആരെങ്കിലും ഒഴിവാക്കുന്നുണ്ടോ? അത് ഇവിടുത്തെ തൽക്കാലത്തെ ഒരു ആവശ്യമാണ്. പക്ഷെ ആ ആവശ്യത്തിന് വരെ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം എത്രയും അത് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഒരിക്കലും അത് ചെറിയ നിസ്സാരമായിട്ട് കാണരുത്. പക്ഷെ അതിലേറെ പ്രധാനമാണ് സുഹൃത്തുക്കൾ. വോട്ടും പൗരത്വം ഒക്കെ ഉണ്ടായിട്ട് മരിച്ചാൽ പിന്നെ കൊണ്ടെന്ന കാര്യം, മരിച്ചാൽ കബറിലാണ്. അവിടെ വിശ്വാസം നോക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മാർക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എപ്പോഴും ദീനിയായ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർക്കാനായിരിക്കണം. അതിനുള്ളൊരു അവസരമാണിത്. അള്ളാഹു അത് ആ രീതിയിൽ അത് തീർക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.